ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മസ്തഖാമത്ത് ബിക്കും അയിമത്തുക്കും, ആ ഇമാമിയങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം നൽകുന്നതായ ആളുകൾക്ക് ആ ഇസ്തിഖാമത്തിൻ്റെ മഹത്വാവുന്നതായ ആ സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. അതാണ് വദറുൽ ഫവാഹിഷ മാ വഅറ മിൻഹാ വമാ ബതൻ. വിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. എല്ലാവരിലും വേണ്ട നിർബന്ധമായ ഒരു കാര്യമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച ഏതെല്ലാം വൃത്തികേടുകളുണ്ടോ, അത് ബാഹ്യമായ അവയവങ്ങളെ കൊണ്ടുണ്ടാവുന്ന വൃത്തികേടുകളാണെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന വൃത്തികേടുകളാണെങ്കിലും ഈ രണ്ട് വൃത്തികേടുകളിൽ നിന്നും പൂർണ്ണമായും കൊണ്ട് ഒഴിഞ്ഞിക്കണം. അങ്ങനെ ഒഴിഞ്ഞു നിന്നും കൊണ്ടിട്ടുള്ളതായ പ്രബോധന രംഗത്തുള്ള പ്രബോധനം മാത്രമേ ജനങ്ങളിൽ ഉപകരിക്കുള്ളൂ. അപ്പോൾ പണ്ഡിതന്മാരായ നമ്മൾ നേതൃത്വം നൽകുന്നവരാണെങ്കിലും നമുക്ക് നേതൃത്വം നൽകുന്നതായ ആളുകൾക്ക് ഇസ്തിഖാമത്ത് എന്ന് പറയുന്ന ഈ മഹത്താവുന്ന സ്വഭാവം ഉണ്ടാവണം. എല്ലാ നിലക്കുള്ളതായ വൃത്തികേടുകളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞിക്കണം. നമ്മളെ ഹൃദയത്തിലേക്ക് വിശുദ്ധി ഉണ്ടാവണം. ഹൃദയത്തിൽ വരാൻ പാടില്ലാത്ത മോശമായ സ്വഭാവങ്ങൾ, ആ സ്വഭാവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. നമ്മളെ അവയവങ്ങളെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച കാര്യങ്ങൾ, അത് ഹറാമായ സംഗതികളാണെങ്കിലും കറാഹത്തായ സംഗതികളാണെങ്കിലും ഖിലാഫുൽ ഔലിയായ സംഗതികളാണെങ്കിലും അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിക്കണം. പ്രത്യേകിച്ച് ദഅവത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പണ്ഡിതന്മാരാവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് ദഅവത്തിന്റെ മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ആ മേഖലയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുള്ളതായ അറിവ് നമുക്കുണ്ടാവണം. ആ അറിവ് മാത്രം ഉണ്ടായാൽ പോലെ നമുക്ക് വറഉണ്ടാവണം. അതോടുകൂടെ നമ്മുടെ സ്വഭാവ ഗുണങ്ങളും നന്നാവണം. ഹുസ്നുൽ ഖുലുഖ് എന്ന് പറയുന്ന ഈ 3 അടിസ്ഥാന തത്വങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മാത്രമേ അതിനെ മാനദണ്ഡമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ എല്ലാ പ്രവർത്തനങ്ങളും ദഅവത്തിന്റെ മേഖലയിൽ നമ്മൾ ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും. മഹാനാവുന്ന മഅ്മൂൻ ചക്രവർത്തി അദ്ദേഹത്തിനോട് ഒരു പണ്ഡിതൻ വന്നുകൊണ്ടൊരിക്കൽ ഉപദേശിച്ചു എന്നല്ല, വളരെ ശക്തമായ ഭാഷയിൽ ഉപദേശിച്ചു എന്നാണ്. അങ്ങനെ ഉപദേശിച്ചപ്പോൾ മഅ്മൂൻ ചക്രവർത്തി ആ ഉപദേശകനാവുന്ന പണ്ഡിതനോട് പറഞ്ഞു, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നേക്കാൾ ഉത്തമനാവുന്നതായ ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നേക്കാൾ മോശമായ ഒരാളിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ പറഞ്ഞയക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് നിർദ്ദേശം എന്താ? ഇദ്ഹബാ ഇലാ ഫിർഔൻ വഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ. ഫിർഔൻ എന്ന് പറയുന്ന ആ ചക്രവർത്തി അദ്ദേഹത്തിലേക്ക് നിങ്ങൾ രണ്ടുപേരും ചെന്നിട്ട്, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, നിങ്ങൾ പോകണം. വഖൂലാ ലഹു ഖൗലൻ ലയ്യിന, അവനോട് നിങ്ങൾ പറയേണ്ടത് വളരെ സൗമ്യമായ ഭാഷയിലാണ്. അപ്പം നിന്നേക്കാൾ മോശമായ ആളെ, നിന്നേക്കാൾ ഉത്തമനാവുന്നതായ ആളുകൾ, അതായത് മഹാന്മാരാവുന്ന 2 നബിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നേക്കാൾ മോശമായ ഫിറൗനിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞതെന്താ? വഖൂലാ ലഹു ഖൗലൻ ലയ്യിന. അപ്പം നമ്മൾ എപ്പോഴും അത് ആ ഒരു ലയ്യിനാവുന്ന നിലക്ക് ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന, ഈ ഹസനത്താവുന്നതായ മൗഇദത്ത് നമ്മളിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഇതുപോലുള്ളതായ ഉന്നതമാവുന്ന സ്വഭാവ ഗുണങ്ങളാണ്. ആ സ്വഭാവ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. മഹാനാവുന്ന ദുൻനുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു അവരുടെ ആ വിജ്ഞാന സദസ്സിലേക്ക് ഒരാൾ അവിടെ പഠിതാവായി കൊണ്ടുവന്നു. അങ്ങനെ അവിടെ പഠിതാവായി കൊണ്ട് വന്ന ആള് അവിടെ ഇരുന്ന ആ പഠിതാക്കളിൽ നിന്നും കുറച്ചുകൂടി അയാളൊരു വലിയ ആളാണെന്ന് തോന്നിപ്പിക്കുന്ന നിലക്കുള്ള ഒരു പ്രകടനം അയാൾ ആ സദസ്സിൽ നടത്തി. അപ്പൊ ദുന്നൂൽ മിസ്രി തങ്ങൾ അവയാളോട് പറഞ്ഞത് എന്താണെന്നറിയോ? ലാ തഫ്അൽ, ഈ പണി നീ ചെയ്യരുത്.
ഇത് പണി ഈ സദസ്സിലുള്ള ആളേക്കാൾ വലിയവരാണെന്ന് ജനങ്ങൾക്ക് തോന്നിപ്പിക്കണം നിലക്കുള്ള ഒരു പ്രകടനം ഉണ്ടല്ലോ, ഈ പ്രകടനം എന്നിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. കാരണം എന്തുകൊണ്ട്? ഫഇന്നല്ലാഹ അഖ്ഫാ സലാസൻ ഫീ സലാസ്, അള്ളാഹു സുബ്ഹാനഹു വ തആല മൂന്ന് സംഗതിയിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെന്താ? ഒന്ന് അഖ്ഫാ ഗളബഹു ഫീ മഅസിയതിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി കൊണ്ട് ഒരാൾ പ്രവർത്തിക്കുമ്പോൾ ആ മഅസിയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഗളബിനെ അള്ളാഹു മറച്ചുവെച്ചു. മറ്റൊന്നെന്താ? അഖ്ഫാ റിളാഹു ഫീ തആതിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ നിർവഹിക്കപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ മറച്ചുവെച്ചു. വഅഖ്ഫാ വിലായതഹു ഫീ ഇബാദിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ജനങ്ങളിൽ അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച ചില ആളുകളുണ്ടാവും, അവരാരാന്ന് മനസ്സിലാക്കി കൊടുക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെയും മറച്ചു വെച്ചു. അതുകൊണ്ട് ഒരു കാര്യം നീ മനസ്സിലാക്കണം, എന്താ? ഫലാ തഹ്ഖിറന്ന ശൈഅൻ മിൻ മഅസിയതിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വിപരീതം പ്രവർത്തിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊന്നിനും നീ നിസ്സാരമായി കൊണ്ട് കാണരുത്. അതിന് നിസ്സാരമായി കൊണ്ട് കണ്ടുകൊണ്ട് അങ്ങനത്തെ മഅസിയത്തിനെ നീ ചെയ്യരുത്. കാരണം എന്തുകൊണ്ട്? ഫഅല്ലഹു അൻ യകൂന ഫീഹി ഗളബുഹു, ആ സംഗതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഗളബ്, അല്ലാഹുവിന്റെ ദേഷ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വലാ തഹ്ഖിറന്ന ശൈഅൻ മിൻ തആതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ കൽപ്പനകൾ, ആ കൽപ്പനകളിൽ നിന്നുള്ള ഒരു കൽപ്പനയും നീ നിസ്സാരമാക്കി കാണാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? ഫലഅല്ലഹു അൻ തകൂന ഫീഹി റിളാഹു, അള്ളാഹുവിന്റെ തൃപ്തി ആ കൽപ്പനകളിൽ നിന്നുള്ളതായി ഏതെങ്കിലും കൽപ്പനകളിൽ ഉണ്ടാവും. അതുകൊണ്ട് അള്ളാഹു മറച്ചു വെച്ചതാണ്, അതിനെ നിസ്സാരമാക്കിക്കൊണ്ട് കാണാൻ പാടില്ല. വലാ തഹ്ഖിറന്ന അഹദൻ മിൻ ഖൽഖിഹി, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാളെ നീ നിസ്സാരമാക്കരുത്. ഫലഅല്ലഹു അൻ യകൂന വലിയൻ മിൻ ഔലിയാഇഹി, ആ ആളുകൾ ആ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതായ സാലിഹീങ്ങളാവുന്ന ആളുകൾ അതിലുണ്ടാവാം. അപ്പം മഹാനാവുന്ന ദുന്നൂൽ മിസ്രി തങ്ങളുടെ സാസിലേക്ക് അദ്ദേഹത്തിന്റെ ആ ഇൽമിന്റെ ഹൽഖയിലേക്ക് കടന്നു വന്നവരോട് മൂപ്പർ ഉപദേശിച്ചതായ ഒരു ഉപദേശമാണ്. ഈ വന്ന ആൾക്ക് ചെറിയ നിലക്കുള്ളതായ ആ കൂടിയ ആളുകളേക്കാൾ അയാൾ വലിയതാണെന്ന് തോന്നിപ്പിക്കുന്ന നിലക്കുള്ളതായ ഒരു പ്രകടനം അയാളിൽ ഉണ്ടായപ്പോൾ അയാളോട് പറഞ്ഞു, ഈ മൂന്ന് സംഗതികളെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ടവർ ഉപദേശിച്ചത്. അപ്പം നമ്മൾ എപ്പോഴും വിശുദ്ധമാവുന്നതായി ഈ ശരീഅത്ത്, ആ ശരീഅത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി ആവണം നമ്മളെ സഞ്ചാരം. അതിൽ നിന്നൊരു അണുമണി തൂക്കം അങ്ങും ഇങ്ങും നമ്മൾ തെറ്റാൻ പാടുള്ളതല്ല. ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ചിലപ്പോൾ അതിന് അപവാദമായി കൊണ്ട് മനുഷ്യന്മാരിൽ നിന്ന് പലതും ഉണ്ടാവാം. അപ്പം ആ ശരിയായ റൂട്ടിൽ കൂടി തന്നെ ചിലപ്പോൾ സഞ്ചരിക്കാൻ കഴിഞ്ഞോണമെന്നില്ല. എന്നാൽ ഉടനെ തന്നെ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങണം. അതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ക്വാളിറ്റി. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ വലിയവരാണെന്നോ അല്ലെങ്കിൽ നമുക്ക് വലിയ മറ്റുള്ളവരേക്കാൾ നമ്മൾ അഹംഭാവം, ആ കിബിർ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിപ്പോയാൽ അത് നമുക്ക് വലിയ അപകടങ്ങൾ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച സംഗതികൾ അതിന് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ചെയ്യുക, അത് നമ്മൾ ഇന്നുണ്ടാവാൻ പാടില്ല. അള്ളാഹുവിൻ്റെ താഴത്തുകൾ, ആ താഴത്തുകളിൽ അള്ളാഹുവിൻ്റെ റിള ഉണ്ടാവും. ആ താഴത്തുകൾ നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ പാടുള്ളതല്ല. ഈ നിലക്ക് യഥാർത്ഥ മുഅ്മിന്റെ ആ ക്വാളിറ്റി എന്താണോ അത് മനസ്സിലാക്കിക്കൊണ്ടിട്ട് ആ നിലക്ക് ജീവിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും തയ്യാറാവണം. അതിനാണ് നമ്മുടെ ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ. അപ്പം ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചു വലിയ വലിയ ആളുകളായിക്കൊണ്ട് ഇവിടെ പുറത്തിറങ്ങുമ്പോൾ മഹാന്മാർ ഉപദേശിച്ചതുപോലുള്ളതായ ഈ ഗുണങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാവണം.